ഇന്നലെ ആവി പറക്കുന്ന സമൂസ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പഞ്ചാബി സമൂസ. അപ്പോൾ കണ്ടു നോക്കാം അല്ലേ. പെർഫെക്റ്റ് സമൂസ വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അതിനാണ് നമ്മൾ 1.5 കപ്പ് ഗോതമ്പ് മാവ്, അതിൽ ആവശ്യത്തിന് ഉപ്പ്. സമൂസയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അയമോദകം. ഇത് ഒന്നെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ കൈ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് ഇടാം. നല്ലോണം ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലോണം വെച്ച് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ചേർത്ത നെയ്യും ആട്ടയും ഒരേപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് ഞാൻ ഇടുന്നത്. 2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ കൈയൊന്ന് മുറുക്കി നോക്കുമ്പോഴത്തേക്കും ഒരു ഷേപ്പ് ഫോം ആവുന്നത് നമ്മൾ ചേർത്ത ആട്ടയും നെയ്യും കറക്റ്റ് അളവാണ്. ടിപ്പ് നമ്പർ 1, സമോസയുടെ പുറം ഭാഗം പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യുടെയും ആട്ടയുടെയും റേഷ്യോ പെർഫെക്റ്റ് ആയിരിക്കണം. മാവ് കുഴയ്ക്കുമ്പോൾ ഇതേ ഷേപ്പിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഔട്ടർ കവറിങ് അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് നല്ലോണം കുഴച്ച് ഒരു സെമി സോഫ്റ്റ് ഡോ ആക്കി റെഡിയാക്കി എടുക്കാം. ഇതിലോട്ടൊരു ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ഒഴിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഒരു 30 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, നല്ലോണം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിൽ ചെറിയ ജീരകവും അയമോദകവും ഇട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച നട്ട്സും, ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചറും, ചോപ്പ് ചെയ്ത് വെച്ച കൊറിയൻഡർ ലീവ്സും കൂടിയിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇടാം. ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസും കൂടിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടിയിട്ട് നല്ലോണം വഴട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് ബോയിൽ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഈ മസാലയെല്ലാം കൂടെ കോട്ടാവുന്ന രീതിയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നല്ലോണം കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അവസാനം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കസൂരി മേത്തിയും കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്താൽ മാത്രം മതി. അല്പം കസൂരി മേത്തിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ടിപ്പ് നമ്പർ 2, പെർഫെക്റ്റ് സമൂസ ഫ്ലേവറും സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് ചാട്ട് മസാല കൂടിയേ തീരൂ. അപ്പോൾ റെസ്റ്റോറൻറ്റ് പോയ ഡോത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാമല്ലേ എന്തായാലും. നല്ലോണം സെറ്റായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ കുഴയ്ക്കാം. 1 മിനിറ്റ് നല്ലോണം കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഇതേപോലെ. ഇനി ഒരു ചപ്പാത്തി പലകയിലോട്ട് ഈ ഉരുള എടുത്ത് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിനേക്കാൾ തിക്നെസ് കുറച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ലോണം പരത്തിയെടുത്തതിന് ശേഷം ഒരു കത്തി വെച്ച് ഇതേപോലെ നടുവേ വരഞ്ഞെടുക്കാം. ഇനി ഈ ഒരു കട്ട് ചെയ്തൊരു ഭാഗം നമുക്ക് കയ്യിൽ ഇതേപോലെ എടുത്തതിന് ശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കണം. ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കണം. കണ്ടോ, ഒരു ട്രയാങ്കിൾ പോലെ ആയില്ല. തിരിച്ച് വെച്ചിട്ട് അതെ ഓപ്പോസിറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ കട്ടുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു മടക്ക് ഇതേപോലെ നമുക്ക് മേളിലൊരു മടക്ക് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കണം. സമോസ വയ്ക്കുമ്പോൾ നല്ലോണം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നടുവേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ നമുക്ക് ഫില്ല് ചെയ്യാം. അതിന് ശേഷം ഇതിനെ സീൽ ചെയ്യാൻ വേണ്ടി തുറന്ന ഭാഗമില്ലേ ഇങ്ങോട്ട് നമ്മൾ ഇത്തിരി വെള്ളം തടവിയതിന് ശേഷം ഇതേപോലെ അങ്ങനെ ഒട്ടിച്ചങ്ങ് കൊടുത്താൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഇനി ഫ്രൈ ചെയ്യാം. ടിപ്പ് നമ്പർ 3, സമൂസ ഫ്രൈ ചെയ്യുന്ന എണ്ണ നല്ല ഹൈ ടെമ്പറേച്ചറിലാവണം. എണ്ണയുടെ ടെമ്പറേച്ചർ ചെറുതായിട്ട് കുറച്ചിട്ട് ശേഷം മാത്രമേ സമൂസ ഫ്രൈ ചെയ്യാവൂ. അല്ലെങ്കിൽ സമൂസയുടെ പുറം ഭാഗം ഒത്തിരി എണ്ണ കുടിക്കാനും അതേപോലെ ചൂട് കൂടുതലായതുകൊണ്ട് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയമിലോട്ട് കൊണ്ടുവന്നിട്ട് ഓരോരോ സമൂസ അതിലോട്ടിട്ട് വറുത്തെടുക്കാം. ഇടയ്ക്ക് നമ്മുടെ ഈ ചൂടെണ്ണ സമൂസേൻ്റെ പുറത്തോട്ട് ഇത്തിരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂസ എല്ലാ ഭാഗത്തും ഒരേ കണക്ക് വെന്തിട്ടാണ് നല്ല പെട്ടെന്ന് തന്നെ ക്രിസ്പി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ സമൂസ കോരി മാറ്റാം. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കിഡിലൻ പഞ്ചാബി സമൂസ വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ. ആവി പറത്ത നല്ല ക്രിസ്പി സമൂസ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുഡ് കൺഫെഷൻ ബൈ ഷിമി.